കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മറവ് ചെയ്തുവെന്ന കേസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. SIT രൂപീകരിച്ച് കർണാടക ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. DGP പ്രണബ് മൊഹന്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകും. IG MN അനുചേത്, DCP സൗമ്യലത, SP ജിതേന്ദ്രകുമാർ ദായം എന്നിവരും സംഘത്തിൽ. സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിൽ ഇപ്പോൾ അവിടെ ധർമ്മസ്ഥലയിലുണ്ട്. അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണല്ലോ. അവിടെ ഒടുവിൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് ശേഷം സംസ്ഥാന സർക്കാർ, കർണാടക സർക്കാർ വഴങ്ങിയിരിക്കുന്നു. ധർമ്മസ്ഥലയിൽ കൂട്ടത്തോടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട് വന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് കുറിച്ച് വ്യക്തമായി പ്രത്യേക അന്വേഷണ സംഘത്തെ കർണാടക ആഭ്യന്തര വകുപ്പ് നിയമിച്ചിരിക്കുന്നു. DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക 4-അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 4 പേരും ഈ സംഘത്തിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും വലിയ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നതെന്നതാണ്. IG MN അനുചേത്, DCP സൗമ്യലത, SP ജിതേന്ദ്രകുമാർ ദായം എന്നിവരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിൽ ഈ അന്വേഷണ സംഘത്തിലുള്ള IG ഇവിടെ നേരത്തെ ഒരു സമാനമായ കേസുണ്ടായ സമയത്ത്, അത്തരമൊരു കേസിൻ്റെ സമയത്ത് ഇവിടെ SP ആയി ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഈ കേസിനെ, ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച്, ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി അറിയാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്ന പോലെ തന്നെ ഏറെ നിഗൂഢതകളുള്ള, ഏറെ എന്താ പറയുക, ഒരു അപസർപ്പക കഥയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി, കുറേ ദിവസങ്ങളായി കർണാടകയിലെ ഈ ധർമ്മസ്ഥല എന്ന സ്ഥലത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു എന്ന് പറയപ്പെടുന്ന, അതിൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയപ്പെടുന്ന ക്രൂരമായ ചില കൊലപാതകങ്ങൾ, ഒപ്പം അതുമായി ബന്ധപ്പെട്ട മൃതദേഹങ്ങൾ മറവ് ചെയ്തൽ തുടങ്ങി പ്രധാനപ്പെട്ട വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ആ കേസുമായി ബന്ധപ്പെട്ട്, ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു. ആ സംഭവത്തിൻ്റെ പിന്നാലെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ ഈ ധർമ്മസ്ഥലയും ഒപ്പം കർണാടക സർക്കാരും ഒക്കെ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ കർണാടകത്തിലെ ആളുകളെ വലിയ തോതിൽ ഞെട്ടിച്ച് കളഞ്ഞ ഒരു വെളിപ്പെടുത്തൽ എന്ന് വേണം നമുക്കിതിനെ പറയാൻ. 2025 ജൂലൈ 3-നാണ് ഒരു സുപ്രീം കോടതി അഭിഭാഷകനെയുമായി ഈ ക്ഷേത്രത്തിൽ ഏതാണ്ട് 20 വർഷത്തോളം ശുചീകരണ തൊഴിലാളിയായി നിന്നിരുന്ന ഒരു മനുഷ്യൻ കോടതിയിലെത്തുന്നത്. അവിടെ അദ്ദേഹം ചില നിർണായകമായ തുറന്നു പറച്ചിലുകൾ നടത്തുന്നു. 20 വർഷക്കാലം താൻ ഈ ക്ഷേത്രത്തിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ തനിക്ക് നിരവധിയായ സ്ത്രീകളുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തൻ്റെ സൂപ്രണ്ടായിരുന്ന ആളുടെ നിർദ്ദേശപ്രകാരം, കടുത്ത സമ്മർദ്ദപ്രകാരമാണ് അത്തരത്തിൽ തനിക്ക് മൃതദേഹങ്ങൾ മറവ് ചെയ്യേണ്ടി വന്നത്. ആ മൃതദേഹങ്ങളിൽ പലതും സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ പ്രായമായ സ്ത്രീകൾ വരെയുള്ള ആളുകളുടെ മൃതദേഹങ്ങൾ. ആ മൃതദേഹങ്ങൾ പലതും നഗ്നമായ നിലയിലായിരുന്നു, ചിലത് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട നിലയിലായിരുന്നു, ചിലത് ആസിഡും മറ്റും ഒഴിച്ച് കരിച്ച നിലയിലായിരുന്നു. അതൊക്കെ തനിക്ക് മറവ് ചെയ്യേണ്ടി വരുന്നു. ഒടുവിൽ അതിൻ്റെ ഒരു വലിയ കുറ്റബോധം അയാളെ വേട്ടയാടുന്ന കാലഘട്ടത്തിലാണ് അയാളുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിൽ ഒരു ബലാത്സംഗ ശ്രമം ഉണ്ടാവുന്നത്. അതോടുകൂടി അയാൾ മാനസികമായി തകരുന്നു. തൻ്റെ ജോലി ഇവിടെ നിന്ന് ഒഴിവാക്കി രാത്രിക്ക് രായ്മാനം അയാൾ ഈ കർണാടക സംസ്ഥാനം വിടുന്നു, മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറുന്നു. അവിടെ നിന്ന് തുടർച്ചയായി അയാൾക്ക് രാത്രികാലങ്ങളിൽ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ഒരു സുപ്രീം കോടതി അഭിഭാഷകന്റെ സഹായത്തോടുകൂടി ഇത്തരമൊരു വലിയ നിർണായകമായ വെളിപ്പെടുത്തൽ കോടതിക്ക് മുമ്പാകെ നടത്തുന്നത്. അതിനുശേഷം കോടതി ഇതിൽ അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ഇവിടെ ദക്ഷിണ കന്നഡ SP-ക്ക് നിർദ്ദേശം നൽകുന്നു. ആ റിപ്പോർട്ടിൽ പക്ഷേ തുടർ നടപടികളൊന്നും ഉണ്ടാവുന്നില്ല. പിന്നാലെയാണ് കർണാടകയിലെ ചില പ്രാദേശിക പത്രങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ചില ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ചില വെളിപ്പെടുത്തലുകൾ ഒക്കെ നടത്തുന്നത്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 2012-ൽ ഉണ്ടായ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ, ചില വലിയ നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷൻ കൗൺസിൽ ഇവിടെ രൂപപ്പെടുന്നു. ആ ആക്ഷൻ കൗൺസിലുമായി അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള മൂവ്മെന്റുകൾ ഇവിടെ ഉണ്ടാവുന്നത്. ആ മൂവ്മെന്റിന്റെ ഭാഗമായി നിരവധി ആളുകൾ അണിചേരുന്നു. അത്
ഇവിടുത്തെ ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാരവാഹികൾക്കെതിരെ അതിൻ്റെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നു. ഒടുവിൽ സർക്കാരിനെ പോലും സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഒടുവിൽ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടൽ ഉണ്ടാവണമെന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പോലും കർണാടക സർക്കാരിനോട് ആവശ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതെ, അത് തന്നെയാണ് സുനിൽ മനസ്സിലാവാത്തത്. ഈ വിഷയം പുറത്തു വന്നപ്പോൾ പല സോഷ്യൽ മീഡിയ സൈറ്റുകളിലും ഒക്കെ പലതരത്തിലുള്ള കുറിപ്പുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾക്കൊന്നും തീർച്ചയായും ഇത് ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്ന കാര്യമല്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് പല മാധ്യമങ്ങളിലും ഇതൊന്നും അത്ര കാര്യമായി തന്നെ എടുക്കാത്തൊരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തിന് അധികാരികൾ പോലും ഈ വിഷയത്തെ അത്ര സീരിയസ് ആയി എടുക്കുന്നില്ല എന്ന് നമ്മൾ കണ്ടത് തന്നെയാണ്. ഏറ്റവും ഒടുവിലാണല്ലോ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത്? സുനിൽ, അവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? തീർച്ചയായും അതാണ് ഞാൻ അമൃത കുറേ മുമ്പ് പറഞ്ഞത്. ഒരു അപസർപ്പക കഥ പോലെ അനുഭവപ്പെടുന്ന ചില അനുഭവങ്ങൾ, തുറന്നു പറച്ചിലുകളൊക്കെയാണ് ധർമ്മസ്ഥലയിൽ നിന്നുണ്ടാകുന്നത്. അതായത് 2012 ഒക്ടോബർ 9 ഏറ്റവും ഒടുവിലെ കൊലപാതകം ഇവിടെ നടക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് ഒരു സ്ത്രീ, നിരവധി സ്ത്രീകൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നിരവധി സ്ത്രീകളെ കാണാതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവം എന്ന് പറയുന്നത് 2012 ഒക്ടോബർ 9 അത് ഇവിടെ ധർമ്മസ്ഥലയിൽ തന്നെ STM കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന 2ാം വർഷ PUC വിദ്യാർത്ഥി, അതായത് നമ്മുടെ നാട്ടിലെ ഒരു +2 സമാനമായൊരു കോഴ്സാണ്. ആ PUC വിദ്യാർത്ഥിയായിരുന്ന ഒരു 17 വയസ്സുള്ള സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാതാവുന്നു, തട്ടിക്കൊണ്ടുപോകുന്നു. ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുന്നതിനിടയിലാണ് ഈ പെൺകുട്ടിയെ കാണാതാവുന്നത്. അതിന് പിന്നാലെ പിറ്റേ ദിവസം ഈ പെൺകുട്ടി ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട നിലയിൽ ഇവിടെ ഈ ക്ഷേത്രത്തിന് സമീപത്ത് തന്നെയുള്ള ഒരു കാടിനുള്ളിൽ വെച്ച് കാണപ്പെടുന്നു. അതിനുശേഷം പിന്നീട് അതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രക്ഷോഭം, പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ 2-3 വർഷക്കാലം ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു. അതിൽ മാനസിക രോഗിയായ ഒരാളെ കുറ്റവാളി എന്ന നിലയ്ക്ക് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥ കുറ്റവാളികൾ അവരല്ലെന്നും ഇതിൽ ചില സാക്ഷികളുണ്ടെന്നുമൊക്കെ വരുന്നു. അതിൽ ചില സാക്ഷികൾ പോലീസിന് മുന്നിൽ തെളിവ് നൽകാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെ ചില തമിഴ് സിനിമകളിലെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ, അതായത് ചില ഹൊറർ സിനിമകളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് പിന്നീട് ചില സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അതായത് ഒരു മാനസിക രോഗിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, അയാളെ കോടതിയിൽ ഹാജരാക്കുന്നു. കോടതി പിന്നീട് അയാളെ തെളിവില്ല എന്ന് കണ്ട് വിട്ടയക്കുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ ഞാൻ ഈ വരുന്ന വഴി ഈ സൗജന്യയുടെ ആക്ഷൻ കൗൺസിലിന്റെ കൺവീനർ കൂടിയായ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പൗരപ്രമുഖൻ മഹേഷ് ഷെഡ്ഡി എന്ന് പറയുന്ന ആളെ കണ്ടിട്ട് മടങ്ങി വരുന്ന വഴിയാണ് നമുക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു എന്ന വാർത്ത നമുക്ക് കിട്ടുന്നത്. എന്തായാലും ആ മഹേഷ് ഷെഡ്ഡി പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ സൗജന്യ കേസിൽ 8 ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു. ആ 8 ദൃക്സാക്ഷികളിൽ 5 പേരും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കൊല്ലപ്പെട്ടതൊക്കെ കോടതിയിൽ പോലീസിന് മുന്നിൽ സത്യം തുറന്നു പറയാൻ തയ്യാറായി എന്ന് മുന്നോട്ട് വന്ന ചില ആളുകളാണ്. അതിൽ 2-3 സാക്ഷികൾ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരൊന്നും ഒരുപക്ഷെ ഇത് പറയാൻ പോലും തയ്യാറാവുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ ഇതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്കിതിനൊപ്പം പറയേണ്ടതുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ 100-ലധികം പെൺകുട്ടികളെ കുഴിച്ചുമൂടി എന്ന് പറയുമ്പോഴും ഈ 100-ലധികം മിസ്സിംഗ് കേസുകൾ ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇവിടെ നിന്ന് മാത്രം ഏതാണ്ട് 987 മുതൽ ഇങ്ങോട്ടേക്ക് മിസ്സിംഗ് ആയിട്ടുള്ള, ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള നിരവധി സ്ത്രീകളുണ്ട്, നിരവധി യുവതികളുണ്ട്, മറ്റു ചില ആളുകളുണ്ട്, ചില സ്ഥലത്തർക്കവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അവരുടെയൊക്കെ വാർത്തകൾ വരും മണിക്കൂറിൽ നമ്മൾ ഇവിടെ നിന്ന് തത്സമയം നൽകും. നമ്മൾ അവരുടെ ബന്ധുക്കളെയൊക്കെ പോയി കണ്ടിരുന്നു, അവരുടെയൊക്കെ പ്രതികരണങ്ങൾ എടുത്തിരുന്നു. വരും മണിക്കൂറുകളിൽ ധർമ്മസ്ഥലയിൽ എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായ, വളരെ വിശദമായ റിപ്പോർട്ടിംഗ് ധർമ്മസ്ഥലയിൽ നിന്ന് മീഡിയ വണ്ണിലുണ്ടാവും. ശരി, സുനിൽ ഐസക്കാണ് ധർമ്മസ്ഥലയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്.